നമ്മൾ നമ്മുടെ വാഷിംഗ് മെഷീൻ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അവിടെ ഉണങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി പെയിന്റ് അടിച്ചതാണ്, നല്ലപോലെ ഉണങ്ങിയില്ലായിരുന്നു. ഇപ്പൊ നല്ലപോലെ വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്ഥലത്താണ് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക്. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ അത് വെക്കാം. അപ്പോൾ നമ്മൾ അവിടുത്തെ പുല്ലൊക്കെ ഏകദേശം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കല്ല് കണ്ടിട്ടുണ്ട്, ഈ ഒരു 2 കല്ല് നമുക്ക് അവിടെ വെക്കണം. അതിൻ്റെ പുറത്ത് വേണം നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിൽ പൊക്കി വെക്കാനായിട്ട്. അത് മാത്രമല്ല, ഇത്രയും ഫുൾ ഏരിയ വാഷിംഗ് മെഷീൻ കവർ ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ കൂടി നമുക്ക് എന്തെങ്കിലും പ്ലാന്റ്സ് വെക്കണം. അപ്പോൾ അവിടെ കുറച്ച് മണ്ണിട്ട് കൂട്ടണം, കുറച്ച് വളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ കല്ല് വെക്കാം. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കല്ലക്കിട്ട് വെച്ച്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ മണ്ണ് നിറച്ചിട്ട് നടാൻ പോകുന്നത്, ചെടി വെക്കാൻ പോകുന്നത്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം വേണ്ട. അതായത് ഇതിപ്പോൾ ഒത്തിരി ഡെപ്ത് ഉണ്ട്, നമ്മുടെ ചെടിക്ക് അത്രയും മണ്ണൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം പഴയ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, പഴയ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് മൂടിക്കളയാം. നമ്മൾ ആവശ്യത്തിന് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി വെക്കാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അത്ര വലിയ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ, ഒരു അത്യാവശ്യം കുറേ നേരം ഷെയ്ഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ഫെലോഡെൻഡ്രോൺ ബേൾമാക്സും വെക്കാം, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ സിങ്കോണിയം വെക്കാം, വെച്ച് നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ചെടികൾ വേണം. ഇപ്പോൾ നമ്മൾ സിങ്കോണിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് ട്രെയിനിങ് പ്ലാന്റ്സ് ആയതുകൊണ്ട് അത് വളർന്ന് താഴത്തേക്ക് ഇറങ്ങി നല്ല വലുതായിട്ട് ഇറങ്ങും, നല്ല ഭംഗിയായിട്ട് ഇറങ്ങും. അതുപോലെ തന്നെ ബെൽമാക്സ് ആണെങ്കിൽ നല്ലപോലെ പടർന്ന് നിന്നോളും. നമുക്ക് എന്തെങ്കിലും ചെടി വെച്ച് നോക്കാം. ഈ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ ചുവട് ഭാഗം കണ്ടില്ലേ, ഇവിടെയും കൂടി നമുക്ക് എന്തെങ്കിലും പ്ലാന്റ്സ് വെച്ചാൽ അതിൻ്റെ വൃത്തി കിട്ടുള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് മണ്ണിടണം, മണ്ണിട്ട് നമുക്ക് അവിടെയും കൂടി കുറച്ച് പ്ലാന്റ്സ് വെക്കാം, എന്നാലും അതിൻ്റെ ഒരു നീറ്റായിട്ട് നിൽക്കുള്ളൂ സാധനം. അപ്പോൾ ഇതാണ് നമ്മൾ വെക്കാൻ പോണ പ്ലാന്റ്. ഇത് ഫെലോഡെൻഡ്രോൺ ബേൾമാക്സ് ആണ് കേട്ടോ. നമുക്ക് ഇതിനെ അതിൻ്റെ അകത്തേക്ക് വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് സിങ്കോണിയാണ്. അപ്പോൾ നമ്മൾ ഇനി വെക്കാൻ പോകുന്നത്, ഇതിൻ്റെ താഴെ വെക്കാൻ പോകുന്ന ഡ്രസ്സീനാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി റൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, പ്രൊപ്പഗേറ്റ് എടുത്തിട്ടുള്ള. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബിയർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്താണ് ചെയ്യുന്നത്. അത് ആർക്കെങ്കിലും അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് താഴെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ചിരുന്നത് തികഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോട്ടിൽ ഗാർഡനിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുക്കാൻ വേണം. എന്നിട്ട് നമുക്ക് ഇവിടെ വേറെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റും വെച്ച് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, നട്ടിട്ട് ഇതിന് നനയ്ക്കണം. ഓക്കെ, അപ്പം നനച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ടൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടൊക്കെ നനക്കഥ കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരാരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹെൽത്തി.